Hello, welcome to Red Short Talks. സ്വാഗതം. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 13 നിങ്ങളുടെ നിഫ്റ്റി 50 ടെക്നിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ഒന്ന് വിശദമായി നോക്കാൻ പോവുകയാണ്. അതെ, ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നാളത്തെ ട്രേഡിങ്ങിന് അതായത് ഓഗസ്റ്റ് 14 ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിത് ഡെയിലി, മണിക്കൂർ, പിന്നെ 15 മിനിറ്റ് ചാർട്ടുകളൊക്കെ വെച്ചാണ് നോക്കുന്നത് അല്ലേ? അതെ അതെ, പല ടൈം ഫ്രെയിം നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നുവെച്ചാൽ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. ശരിയാണ്, വലിയ ട്രെൻഡ്, ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റും. അതെ, ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റീസും. അപ്പോ നമുക്ക് ഡെയിലി ചാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ജൂണിലെ ആ ഹൈ ലെവൽ ഏകദേശം 25,500 അല്ലേ? അതെ, അവിടുന്ന് ഒരു കറക്ഷൻ തുടരുന്നുണ്ട്. പക്ഷേ ഈ അടുത്തൊരു സപ്പോർട്ട് സോണിൽ നിന്ന്, അതായത് 24,250, 24,300 അവിടുന്ന് ഒരു ബൗൺസ് വന്നിട്ടുണ്ട്. ശരിയാണ്. ആ സപ്പോർട്ടിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അത് ഷോർട്ട് ടേമിൽ ഒരു പോസിറ്റീവ് സൈൻ ആണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? RSI 14 നോക്കിയാൽ അതിപ്പോഴും 44 എന്ന് വെച്ചാൽ 50 താഴെ. ഓക്കെ, അപ്പൊ ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം അത് ശരിക്കും വന്നിട്ടില്ല ഡെയിലി ചാർട്ടില്. ആ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടും ദീർഘകാല ട്രെൻഡ് ഇപ്പോഴും കുറച്ച് വീക്കാണ്. മുകളിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ്, ആ ഒരു തടസ്സം 24,750 തൊട്ട് 24,800 വരെയുള്ള സോണാണ്. അപ്പോ ഡെയിലിയില് ചിത്രം അത്ര ബ്രൈറ്റ് അല്ല. ഇനി മണിക്കൂർ ചാർട്ടിലേക്ക് വന്നാലോ, അവിടെ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? മണിക്കൂർ ചാർട്ടിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, ഏകദേശം 24,300 ഒരു ഡബിൾ ബോട്ടം പോലെ വന്നു. അതായത് വില താഴോട്ട് പോകാതെ 2 തവണ സപ്പോർട്ട് എടുത്ത് തിരിഞ്ഞു. അതൊരു നല്ല പാറ്റേൺ ആണ്. അതിനുശേഷം വില 24,630 വരെയൊക്കെ പോയി. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം അപ് ട്രെൻഡിലാണ് മണിക്കൂർ ചാർട്ടില്. ഹയർ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സപ്പോർട്ട് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോഴത്തെ പ്രധാന സപ്പോർട്ട് 24,500 ആ ലെവൽ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് മണിക്കൂർ ചാർട്ടിൽ തുടരാൻ സാധ്യതയുണ്ട്. RSI ഇവിടെ 56 50 മുകളിലാണ്. അതുകൊണ്ട് കുറച്ചൊരു ബുള്ളിഷ് മൊമെന്റം മണിക്കൂർ ചാർട്ടിൽ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 24,700 24,720 ആ റേഞ്ചിലാണ്. അപ്പൊ മണിക്കൂർ ചാർട്ട് കുറച്ചുകൂടി ഓപ്റ്റിമിസ്റ്റിക് ആണ്. ഇനി ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം 15 മിനിറ്റ് ചാർട്ടിലോ, അവിടെ എന്താ കാണുന്നത്? 15 മിനിറ്റില് ഇപ്പോ വില ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുകയാണ്. ഏകദേശം 24,620 24,640 ഇടയിൽ. ഇന്നത്തെ റാലിക്ക് ശേഷം ഒന്ന് സൈഡ് വേസ് ആയ പോലെ. അതെ, ഒരു കൺസോളിഡേഷൻ. വോളിയം കുറയുന്നത് ശ്രദ്ധിക്കണം. ഇത് സാധാരണ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പ് കാണുന്നതാണ്. ഓക്കെ, അപ്പോ ഏത് സൈഡിലേക്കും ബ്രേക്ക് ചെയ്യാം. അതെ, തൊട്ടടുത്ത സപ്പോർട്ട് 24,590 24,600 റെസിസ്റ്റൻസ് 24,680 24,700 RSI ഇവിടെയും ഏകദേശം 56 കുറച്ച് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നു. ശരി, അപ്പോ ഈ 3 ചാർട്ടും വെച്ച് നാളത്തേക്കുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം? റിപ്പോർട്ടിൽ എന്തൊക്കെയാ നിർദ്ദേശങ്ങൾ? റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും 2 സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, ലോങ് പോകാനുള്ള സാധ്യത. എങ്ങനെ? അതായത് 24,700 എന്ന ലെവൽ 15 മിനിറ്റ് ചാർട്ടിൽ നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്താൽ ഒരു ലോങ് എൻട്രി നോക്കാം. ടാർഗറ്റുകൾ 24,750 പിന്നെ 24,800. സ്റ്റോപ്പ് ലോസ് 24,650 താഴെ വെക്കാനും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഷോർട്ട് ചെയ്യാനുള്ള സാധ്യതയോ? അതും പറയുന്നുണ്ട്. മണിക്കൂർ ചാർട്ടിലെ ആ പ്രധാന സപ്പോർട്ട് 24,500 അത് നല്ല സെല്ലിംഗ് പ്രഷറോടെ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ ഓക്കെ, അപ്പോ ഷോർട്ട് എൻട്രി എടുക്കാം. ടാർഗറ്റുകൾ 24,450 പിന്നെ 24,400. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 24,540 മുകളിലും വയ്ക്കണം. ഈ പ്ലാനുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായും. ഏറ്റവും പ്രധാനം ഈ ബ്രേക്ക് ഔട്ടുകൾ കൺഫേം ചെയ്യണം. വെറുതെ ലെവൽ ക്രോസ് ചെയ്തെന്ന് വെച്ച് ചാടി കയറി ട്രേഡ് എടുക്കരുത്. വോളിയം നോക്കണമെന്നാണോ? അതെ, വോളിയം നിർബന്ധമായും നോക്കണം. നല്ല വോളിയത്തോടെയാണോ ബ്രേക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഫോൾസ് ബ്രേക്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ലോങ് ആണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ഡെയിലി റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, 24,750 24,800. അതെ, ആ സോണിന്റെ അടുത്തെത്തുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവിടുന്ന് സെല്ലിംഗ് വരാം.
അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ പൊസിഷൻ സൈസ് കുറക്കുന്നതോ ഒക്കെ ആലോചിക്കണം. RSI ഡൈവേർജൻസിനെ കുറിച്ചും പറഞ്ഞിരുന്നല്ലോ. അതും ശ്രദ്ധിക്കണം. വില മുകളിലേക്ക് പുതിയ ഹൈ ഉണ്ടാക്കുമ്പോൾ RSI അതുപോലെ ഹൈ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അതായത് താഴോട്ട് വരികയാണെങ്കിൽ, അതൊരു ബെയറിഷ് ഡൈവേർജൻസ് അല്ലേ? അതെ, അത് ട്രെൻഡ് വീക്ക് ആവുന്നതിന്റെ ഒരു സൂചനയാണ്. തിരിച്ചും സംഭവിക്കാം. വില താഴോട്ട് പോകുമ്പോൾ RSI മുകളിലേക്ക് പോയാൽ അത് ബുള്ളിഷ് ഡൈവേർജൻസ്. ഇത് 15 മിനിറ്റിലും മണിക്കൂറിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു റിവേഴ്സലിന്റെ സൂചന കിട്ടിയേക്കാം. ഇനി ഈ പറഞ്ഞ ലെവലുകളൊന്നും, അതായത് 24,700 24,500 ബ്രേക്ക് ചെയ്തില്ലെങ്കിലോ? വില ഇതിനിടയിൽ തന്നെ നിന്നാലോ? അതൊരു നല്ല ചോദ്യമാണ്. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ വന്നാൽ അതൊരു റേഞ്ച് ബൗണ്ട് ദിവസമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അത്തരം ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത്. ഇനി നിർബന്ധമാണെങ്കിൽ വളരെ ചെറിയ ലാഭത്തിന് വേണ്ടി, അതായത് സ്കാൽപ്പിംഗ്, അത് ഈ റേഞ്ചിന്റെ അറ്റങ്ങളിൽ, അതായത് 24,500-നടുത്തോ 24,700-നടുത്തോ നോക്കാം. പക്ഷെ റിസ്ക് കൂടുതലാണ് റേഞ്ചിനുള്ളിൽ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നാളേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ ലെവലുകൾ 24,700 മുകളിലും 24,500 താഴെയുമാണ്. മണിക്കൂർ ചാർട്ടിൽ ഒരു ചെറിയ പോസിറ്റീവ് ട്രെൻഡ് കാണുന്നുണ്ടെങ്കിലും ഡെയിലി ചാർട്ട് ഇപ്പോഴും അത്ര സ്ട്രോങ് അല്ല. കറക്റ്റ്, അത് തന്നെയാണ് സമ്മറി. പിന്നെ ഓർക്കേണ്ട കാര്യം, ഇത് ഓഗസ്റ്റ് 13 വരെയുള്ള ഡേറ്റ വെച്ചുള്ള ഒരു വിലയിരുത്തലാണ്. നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ പുതിയ വാർത്തകളോ എന്തെങ്കിലും ഗ്ലോബൽ സംഭവങ്ങളോ ഒക്കെ ചിലപ്പോൾ ഇതിനെ മാറ്റിയേക്കാം. അതുകൊണ്ട് എപ്പോഴും റിസ്ക് മാനേജ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക. ശരിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. ഈ ഡെയിലി ചാർട്ടിലെ ഡൗൺ ട്രെൻഡ് സൂചനയും മണിക്കൂർ ചാർട്ടിലെ ഇപ്പോഴത്തെ ഈ ചെറിയൊരു അപ് ട്രെൻഡും, ഇത് രണ്ടും ഒരേ സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ഈ വ്യത്യസ്ത ടൈം ഫ്രെയിമിലെ സിഗ്നലുകളെ എങ്ങനെ ബാലൻസ് ചെയ്യും? നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള താല്പര്യം വെച്ച് ഏത് സിഗ്നലിന് അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും? അതൊരു നല്ല ചോദ്യമാണ്. ഓരോരുത്തരും അവരവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യം. ശരി, അപ്പോ ഇതായിരുന്നു നിഫ്റ്റി 50 ടെക്നിക്കൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ച. അടുത്ത തവണ കാണാം.